അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? സുഖമായിരിക്കട്ടെ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞിരുന്ന ഒരു അതിമഹത്തായ കാര്യങ്ങളാണ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് എളുപ്പമാക്കി കിട്ടാനും നമ്മുടെ ഉദ്ദേശിച്ച സംഭവമൊക്കെ തന്നെ നമുക്ക് എല്ലാം നേടിയെടുക്കാനും അതുപോലെ തന്നെ നമ്മുടെ എല്ലാ ഉദ്ദേശങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർത്തീകരിച്ച് തരാനും വേണ്ടിയിട്ടുള്ളൊരു കാര്യം നിങ്ങൾക്ക് ഞാൻ വേണ്ടി പറഞ്ഞിരുന്നത്. കാരണം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കേണ്ടവരാണ് എന്ന് നമുക്ക് തന്നെ അറിയാമല്ലേ. പലപ്പോഴായിട്ടും നമ്മൾ പലതും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതെല്ലാം അള്ളാഹുവിൻ്റെ വക്കിൽ നിന്നുള്ള അനുഗ്രഹത്താൽ ഉണ്ടാക്കിയതാണ് എന്ന് നമുക്കറിയാം. അപ്പോൾ ഇനി ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. ഈ കാര്യം നിങ്ങൾ ഇതുപോലെ തന്നെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വൻ ബർക്കത്തുണ്ടാവും. അതുപോലെ തന്നെ നിഅമത്തിലും അള്ളാഹു സുബ്ഹാനഹു വ തആല ആക്കിത്തരും. അതുപോലെ തന്നെ എല്ലാവിധ അനുഗ്രഹം അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് ഉണ്ടാകും. അപ്പോൾ അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എവിടെയും എത്താൻ വേണ്ടി പറ്റുള്ളൂ, എങ്ങനെയും ജീവിക്കാനും വേണ്ടി പറ്റുള്ളൂ. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കാൻ കഴിയുകയുമുള്ളൂ. അപ്പോൾ ഇതിൻ്റെ അപ്പുറം വേറൊരു വിഷയമുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. കാരണം അത്രയും വലിയ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നേടിയെടുത്ത കാര്യങ്ങളെ പറ്റിയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ വേണ്ടി നോക്കുക. ലൈക്കിന് നിങ്ങളോട് പറയുന്നത് വീഡിയോ യൂട്യൂബ് ചാനൽ നമ്മുടെ വീഡിയോ പുറത്തേക്ക് എല്ലാവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ നീ പ്രിയപ്പെട്ടവർക്കൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് അവരിലേക്ക് ഈ വീഡിയോ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള മനസ്സും കാണിക്കുക. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പല കാര്യങ്ങൾക്കും വേണ്ടി നമ്മൾ എല്ലാം തന്നെ ചെയ്തെടുക്കണം, എല്ലാ കാര്യങ്ങളും നമുക്ക് നിറവേറ്റി കിട്ടണം എന്നുള്ള ഉദ്ദേശം കൊണ്ട് തന്നെയാണ് ഓരോ സമയവും സന്ദർഭവും നമ്മൾ ഉപയോഗപ്പെടുത്തുക. ഓരോ ദിവസങ്ങളും നമ്മൾ അതിനു വേണ്ടി ചിലവഴിക്കുക. അതുപോലെ തന്നെ കാര്യങ്ങളും കാരണങ്ങളും ഒക്കെ പലതും ഉണ്ടാവും അല്ലേ. അപ്പോൾ ഓരോ ആവശ്യങ്ങളും പല വിധത്തിലായിരിക്കും, ഓരോ ആൾക്കാരുടെ ഉദ്ദേശങ്ങളും പല വിധത്തിലായിരിക്കും. അപ്പോൾ നമ്മുടെ ഉദ്ദേശം എന്താണോ ഇന്ന സംഭവമാണ്. ഈ ഇന്ന സംഭവം അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് പെട്ടെന്ന് തന്നെ ഒരു തടസ്സങ്ങളും മുടക്കങ്ങളും കൂടാതെ എനിക്ക് അതൊക്കെ ഒന്ന് കഴിച്ചിലാക്കി തരണം അല്ലാ എന്ന് പറഞ്ഞ് നമ്മളെന്ത് ചെയ്യണ്ടേ, ഇന്ന് ഈ കാര്യം ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ ഇന്നത്തെ കാര്യത്തിന് എനിക്ക് ഇന്ന പോലത്തെ പ്രയാസങ്ങൾ ഞാൻ അനുഭവിച്ച് അത് ഞാൻ ചെയ്യാൻ പോകുന്ന തുടക്കത്തിലേ അത് തടസ്സപ്പെട്ടു പോയി. എനിക്ക് ആ കാര്യം നേടിയെടുക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല, അത് എനിക്ക് നേരെയായി കിട്ടിയിട്ടുമില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആൾക്കാർ വോയിസ് അയക്കാറുണ്ട്. ഞാൻ ഇന്ന പോലെ ചെയ്യാൻ നോക്കി പക്ഷേ എനിക്കത് ശരിയായി കിട്ടിയിട്ടില്ല, അത് എന്തോ തടസ്സം പോലെ ഉണ്ട്, എന്തെങ്കിലും ഒന്ന് ഓതാൻ ഉണ്ടി തരുമോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് എനിക്ക് പലരും വോയിസ് അയക്കാറുള്ളത് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ പറയുന്നത്, എല്ലാ സമയവും നമുക്ക് ഒത്തു കിട്ടണം, എല്ലാ സമയത്തുള്ള മനസ്സ് നമുക്ക് നല്ലൊരു സമാധാനമുള്ള മനസ്സായി കിട്ടണം എന്നും ഇല്ല. നമുക്ക് പരിഭ്രാന്തിയോട് കൂടിയാണല്ലേ നമ്മളെല്ലാം വേഗം തിക്കും തിടക്കും കൂട്ടിയിട്ട് നമ്മൾ ചെയ്യാൻ വേണ്ടി നോക്കുക. ആ നേരം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അനുഗ്രഹിച്ച സമയമാണെങ്കിൽ അത് എല്ലാം എളുപ്പമാക്കി തരും. എന്ത് സംഭവങ്ങളായിക്കോട്ടെ, എന്തെങ്കിലും ഒരു ചെയ്യാനോ എന്തെങ്കിലും ഒരു വിഷമത്തിലായിപ്പോയ കാര്യങ്ങൾ അത് ശരിയായി കിട്ടാനോ ആണെങ്കിലും അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നടത്തിച്ച് തരും, എല്ലാം അനുഗ്രഹിച്ച് തരും കേട്ടോ. നമുക്ക് ചോദിക്കുന്ന ചോദ്യത്തിനല്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഉത്തരം നൽകുക. ആ ഉത്തരം നൽകുന്നതോടൊപ്പം തന്നെ നമ്മൾക്ക് നമ്മൾ ചെയ്യാൻ പോകുന്ന പരിപാടി എന്താണോ ആ സംഭവം നമുക്ക് ഉടനടി തന്നെ അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് പെട്ടെന്ന് ചെയ്തു തീർക്കാൻ വേണ്ടി പറ്റും. എല്ലാ കാര്യങ്ങളുടെ വിഷമങ്ങളും തീർത്തി തടസ്സങ്ങളൊക്കെ ഒഴിഞ്ഞു മാറ്റി എല്ലാം നേർവഴിയാക്കി കിട്ടും. അപ്പോൾ ആ കാര്യമാണ് ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുന്നത്. സ്കിപ്പ് ചെയ്യാതെ നിങ്ങളെല്ലാവരും തന്നെ കേൾക്കണം കേട്ടോ. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തരുന്നതാണ്, എനിക്ക് വേണ്ടി ഞാൻ ചെയ്യുന്നതുമാണ്. നിങ്ങൾക്ക് വേണ്ടി ഓരോ ആൾക്കാർക്കും വേണ്ടി ഇത് ഉപകാരപ്പെട്ടോട്ടെ. ഇതെല്ലാവർക്കും എല്ലാവരുടേതായ പല ആവശ്യങ്ങളുണ്ടല്ലോ, അതൊക്കെ തന്നെ നിറവേറ്റി കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഈ വിഷയം ഞാൻ എത്തിക്കുന്നത് കേട്ടോ. ഞാൻ ഒരുപാട് സമയത്ത് ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് തന്നെ ഞാൻ ഒറ്റപ്പെട്ടു പോയിട്ടുണ്ട് അല്ലേ. നമുക്ക് എല്ലാത്തിനും നമുക്ക് കൂട്ടുവേണമെങ്കിലും എല്ലാം നമുക്ക് നേടിയെടുക്കണമെങ്കിലും എന്താ ഫസ്റ്റിൽ വേണ്ടത്, നമുക്ക് പൈസ വേണം അല്ലേ. പൈസയുടെ കാര്യം നമുക്ക് ബാക്കോട്ടാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും കാര്യം ഉണ്ടാകുമ്പോൾ എല്ലാവരും ഒന്ന് പേടിച്ച് നിൽക്കും. കാരണം നമ്മളോട് ചോദിക്കോ നമ്മളെന്തെങ്കിലും ചെയ്തു കൊടുക്കേണ്ടി വരുമോ എന്നുള്ളൊരു പേടി അവർക്കുണ്ടാവും. അപ്പോൾ അതൊന്നും ഇല്ലാതെ അള്ളാഹുവിൻ്റെ ഭാഗത്തേക്ക് കൂടി നമുക്ക് ഹൈറായ വഴിയിലേക്ക് കൂടി മഹത്തായിട്ടുള്ള സംഭവങ്ങളൊക്കെ നടന്നു കിട്ടാൻ വേണ്ടിയിട്ട് അള്ളാഹു നമുക്കൊരു വഴി കാണിച്ചു തരും. ആ വഴിയിലേക്ക് കൂടി നമ്മൾ സഞ്ചരിക്കാനാണ് അള്ളാഹു പറയുന്നതെങ്കിൽ അത് നമ്മൾ
യാതൊരു മടിയും കൂടാതെ തന്നെ നമ്മളത് വഴി സഞ്ചരിച്ച് അതിൽ നിന്ന് എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാൻ വേണ്ടി നോക്കുക. ആ ജോലി ചെയ്തിട്ടെങ്കിലും നമ്മൾ 10 പൈസ ഉണ്ടാക്കാൻ വേണ്ടി 10 രൂപ ഉണ്ടാക്കാൻ വേണ്ടി നോക്കുക. ഇത് ഞാനൊരു ഉദാഹരണമായിട്ട് പറയുന്നത് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഒന്നിനും തന്നെ അമാന്തിച്ച് നിൽക്കരുത്. ചാരാനൊരു സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് തളർച്ച കൂടുതലുണ്ടാവും അല്ലേ. താങ്ങുണ്ടെങ്കിൽ അവിടെ ഒരു തളർച്ചയുണ്ടാവും. അതൊന്നുമില്ല, ഞാൻ ഒറ്റക്കാന്ന്, എല്ലാ കാര്യത്തിനും ഞാൻ ഒറ്റക്കാന്ന് എന്ന് വിചാരിച്ചിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന സംഭവം അള്ളാഹുവും കൂടി നമ്മളെ ഒന്നിച്ച് കൂടി നമുക്ക് എല്ലാ ഹെൽപ്പും ചെയ്ത് എല്ലാവിധ അനുഗ്രഹം നൽകി എല്ലാം റാഹത്താക്കി തരും. അപ്പോൾ അതിന് നമ്മളെന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ മനസ്സുകൊണ്ട് ആദ്യം എന്ത് ചെയ്യുന്നുണ്ടോ, യാ അല്ലാ ഇന്ന കാര്യങ്ങളുണ്ട് അല്ലാ, ഇത് നീ എനിക്ക് എത്ര എളുപ്പത്തിൽ നീ എനിക്ക് അനുഗ്രഹിച്ച് തരക്കടേ അല്ലാ, എന്നെ നീ ഒറ്റക്കാക്കല്ലേ അല്ലാ, എന്നെ വിഷമിപ്പിക്കല്ലേ അല്ലാ, കണ്ണീരിലാക്കല്ലേ അല്ലാ, എന്നെ നീ തളർത്തി കളയല്ലേ അല്ലാ, എനിക്ക് തുറന്ന വഴി കാണിച്ചെന്ന് എല്ലാം നീ ഹൈറിലാക്കി തരണേ അല്ലാ എന്ന് നമ്മൾ മനസ്സുകൊണ്ട് ആദ്യം തേടുക. അള്ളാഹിനോട് തേടുന്ന തേട്ടം അള്ളാഹു സുബ്ഹാനഹു വ തആല കബൂൽ ചെയ്യും. എങ്ങനെ നമ്മൾ ആത്മാർത്ഥമായി ചെയ്യുകയാണെങ്കിൽ. ഓക്കെ. അപ്പം ഞാൻ ഒരുപാട് സംഭവത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഒറ്റയ്ക്ക് തന്നെ ചെയ്തെടുത്ത കാര്യങ്ങളായതുകൊണ്ടാണ്, അതൊക്കെ നേർവഴിയിലാക്കി അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയത് കൊണ്ടാണ് ഞാനിങ്ങനെ ഈ കാര്യം നിങ്ങളോട് പറഞ്ഞിരുന്നത്. നമ്മളല്ലേ എന്ത് ചെയ്യുമ്പോഴുണ്ടല്ലോ, നമ്മളൊരു ഖുർആൻ എടുത്ത് നമ്മൾ ഓതാൻ വേണ്ടി പോകുന്നത് നമ്മൾ എന്തുകൊണ്ടാണ്, അള്ളാഹുവിനോടുള്ള ഇഷ്ടം കൊണ്ടാണല്ലേ. നമുക്ക് നാളെയും നമുക്ക് മരിച്ച് പോവേണ്ടവരാണ്. അപ്പോൾ ഇൽമുകളൊക്കെ പിന്നെ അമലുകളും ഒക്കെ നമ്മൾ ചെയ്യേണ്ടവരാണ്. ആ ഉദ്ദേശം നമ്മളെ മനസ്സിലുണ്ടെങ്കിൽ തന്നെ നമ്മൾ എവിടെയും വഴിമുട്ടി പോവില്ല, നമ്മൾ പരാജയമാവില്ല, നമ്മൾ വിജയത്തിൽ മാത്രമേ എത്തുള്ളൂ. അപ്പോൾ ഞാനെന്താ പറഞ്ഞു തരുന്നതെന്ന് വെച്ചാൽ, ആ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ അക്ഷരം പ്രതി നിങ്ങൾ ഏറ്റെടുത്ത് നിങ്ങൾ അതുപോലെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലും എല്ലാ സംഭവങ്ങളും നിങ്ങൾക്ക് ഒറ്റയ്ക്ക് തന്നെ നേടിയെടുക്കാൻ വേണ്ടി പറ്റും, ഒറ്റയ്ക്ക് തന്നെ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ആ ചെയ്യുന്ന കാര്യങ്ങൾ എന്താ വെച്ചാൽ, ഇനിയിപ്പോൾ ഒരു ഭർത്താവ് നമുക്ക് ഇല്ല, നമ്മളെ ഭർത്താവ് മരണപ്പെട്ടു പോയി, ഇനി ആൺമക്കളില്ല, നമ്മളൊറ്റക്കാണ്, ഇനി പെൺകുട്ടികളില്ല, അവരും ആൺകുട്ടികളേ ഉള്ളൂ, നമ്മളൊറ്റക്കാണ് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചെയ്യേണ്ട വലിയ കാര്യങ്ങൾക്ക് നമ്മൾ അമാന്തിച്ച് നിൽക്കരുത്. ആരെയും തന്നെ താങ്ങായി നിൽക്കേണ്ട ആവശ്യമില്ല. നമുക്ക് തന്നെ ഒറ്റയ്ക്കെല്ലാം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പവർ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി തരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ സംഭവം നിങ്ങൾ ഓദിക്കോ എന്ന് ഞാൻ പറഞ്ഞ് നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കുന്നത് കേട്ടോ. നമുക്ക് എന്ത് സംഭവം ഉണ്ടെങ്കിലും അപ്പോഴല്ല നമ്മൾ ചോദിക്കേണ്ടത്, എപ്പോഴും നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുക. അപ്പോൾ ഇന്ന് എപ്പോഴും നമ്മൾ നമസ്കരിക്കുകയും ഓതും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് നാളെ ഇന്നൊരാവശ്യമുണ്ട്, വലിയ ആവശ്യമാണ്, നമുക്കത് ഒഴിച്ചുവിടാൻ പറ്റാത്ത ആവശ്യമാണെങ്കിൽ നമ്മൾ ഇന്ന് തന്നെ അത് അള്ളാഹുവിനോട് നമ്മൾ ദുആ ചെയ്ത്, അള്ളാഹുവേ നീ എനിക്കെല്ലാം എളുപ്പത്തിലാക്കി തരണേ അല്ലാ എന്ന് പറഞ്ഞ് ഓതുന്നതിൻ്റെ കൂടെ നമ്മൾ മുത്തുനബിൻ്റെ പേരിൽ നിയ്യത്ത് ചെയ്ത് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഉടനടി നമുക്ക് എല്ലാവിധ അനുഗ്രഹവും ഒരു ധൈര്യവും പവറും ഒക്കെ ഉണ്ടാവും. നമുക്കെല്ലാം താങ്ങും തണലുമായിട്ട് നമുക്ക് ഒരുപാട് ആൾക്കാരുള്ളതുപോലെ അള്ളാഹുവിൻ്റെ മഹത്തായ കരുത്ത് നമുക്കുണ്ടാവും. ആ കരുത്തും ശക്തിയും പവറും ഉപയോഗിച്ച് തന്നെ നമുക്കെല്ലാം എന്താ പറയുക, ഒരു തടസ്സങ്ങളില്ലാതെ നമുക്ക് മുന്നോട്ട് ധൈര്യമായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ആരും തന്നെ ഒറ്റപ്പെട്ടു പോയി എന്ന് വിചാരിച്ച് പതറിപ്പോവരുത്. ഭാര്യ മരിച്ചുപോയ ആൾക്കാരുണ്ടാവും, ഭർത്താവ് മരിച്ചുപോയ സ്ത്രീകളുണ്ടാവും, ഇതൊക്കെ ഉണ്ടാവും, മക്കളൊന്നും ഇല്ലാത്ത ആൾക്കാരുണ്ടാവും. പക്ഷേ നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ തന്നെ ചെയ്തെടുക്കണമെന്നുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ആ സംഭവത്തിൽ നമ്മൾ അടിപതറരുത്, വിഷമിക്കരുത്, പരാജയപ്പെട്ടു പോവോ, ഇത് പകുതിക്കെന്ന് വെച്ച് നിർത്തിപ്പോവോ എന്ന് തടസ്സങ്ങൾ വരും, ഇതൊന്നും നമ്മൾ ചിന്തിക്കണ്ട. ഇതൊന്നും ചിന്തിക്കാണ്ട് എല്ലാം ഹൈറാക്കി തരണേ അല്ലാ, നീ അല്ലാതെ മറ്റൊരു ഇലാഹില്ല റഹ്മാനെ, ഞാൻ ഇന്ന സംഭവത്തിൽ ഇന്ന നേരത്തെ ഞാൻ ഓതുന്നുണ്ട് അല്ലാ, നീ ആ ഓത്തിൻ്റെ ഹക്കജ ബർക്കത്ത് കൊണ്ടും ആ ഓത്ത് നീ കബൂൽ ചെയ്തുകൊണ്ടും എനിക്കൊന്ന് ഉത്തരം നൽകണേ അല്ലാ എന്ന് പറയാം. എന്നിട്ട് നമ്മൾ മുത്തുനബിൻ്റെ പേരിൽ ഒരു 7 സൂറത്തുൽ ഫാത്തിഹ ഓതുക. അതിനുശേഷം 3 സൂറത്തുൽ യാസീൻ ഓതുക, മഗ്‌രിബ് ഇശായിൻ്റെ ഉള്ളിൽ കേട്ടോ. എന്നിട്ട് നമ്മൾ യാ ഫത്താഹു യാ അല്ലാ എന്ന് 129 പ്രാവശ്യം കേട്ടോ, 129 പ്രാവശ്യം ആണ് അത് ചൊല്ലേണ്ടത്. യാ അസീസ് യാ അല്ലാ, യാ റസാഖ് യാ അല്ലാ എന്ന് 3 ഇസ്മുകളും 129 തവണ വീതം നമ്മൾ ചൊല്ലുക. അതിന് ശേഷം നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, സുബ്ഹ് ബാങ്ക് കഴിഞ്ഞ് നമസ്കാരം കഴിഞ്ഞതിന് ശേഷം ഒരു സൂറത്തുൽ ഫാത്തിഹ ഓതുക മുത്തുനബിൻ്റെ പേരിൽ. അതുപോലെ തന്നെ അത് കഴിഞ്ഞ ഉടനെ തന്നെ സൂറത്തുൽ ഫത്ഹ് ഓതി, ഒരു യാസീൻ സൂറത്തും ഓതി നമ്മളെന്ത് ചെയ്യുക, അള്ളാഹുവിനോട് നമുക്ക് നമ്മുടെ കാര്യം ഇന്നതാണ് അല്ലാ, നീ എനിക്ക് എത്ര എളുപ്പത്തിൽ എനിക്ക് എല്ലാ ശക്തിയും മനസ്സും തന്ന് അള്ളാഹുവേ നീ എല്ലാം
എനിക്കത് സാധിപ്പിച്ച് കിട്ടാനുള്ള ഒരു ഭാഗ്യം നീ നൽകണേ അല്ല. എല്ലാവിധ ഹൈറും നീ ഞങ്ങളിൽ എത്തിക്കണേ അല്ല. അല്ലാഹുവേ, എന്നെ ഭാഗ്യദോഷിയാക്കല്ലേ അല്ല. യാതൊരുവിധ തടസ്സത്തിൽ നീ ആക്കല്ലേ അല്ല. എല്ലാ പ്രയാസങ്ങളിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തി കരകയറ്റണേ അല്ല. എൻ്റെ ഇന്ന ഉദ്ദേശങ്ങൾ എനിക്ക് സഫലീകരിച്ച് തരണേ നാഥ. എന്നെ നീ ബുദ്ധിമുട്ടിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ല. പ്രയാസത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ല. ആരോഗ്യ ആഫിയത്തോടുകൂടി എല്ലാം ചെയ്ത് തീർക്കാനുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കണേ അല്ല. അല്ലാഹുവേ, നീ എൻ്റെ ദുആ നീ സ്വീകരിക്കണേ അല്ല. നീ തട്ടിക്കളയല്ല അല്ല. എല്ലാ വിഷമങ്ങളും നീ ദൂരീകരിച്ച് തരണേ അല്ല. എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നീ മാറ്റിത്തരണേ അല്ല. കണ്ണേറ് ഷെഹറ് പോലത്തത് അല്ലാഹുവേ നീ കരിയിച്ച് കളയണേ അല്ല. ഞങ്ങളെല്ലാവരെയും കൊണ്ടും നീ ഞങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരു ദാസന്മാരിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ല. പാപികളായ എൻ്റെ ദുആ നീ സ്വീകരിക്കണേ അല്ല. എന്നെ കൈവിട്ട് കളയല്ലേ നാഥ. ഇതൊക്കെ ഇന്ന കാര്യത്തിൽ ഞാൻ വിഷമിക്കുന്നുണ്ട് റബ്ബേ. എൻ്റെ ഇന്ന കാര്യങ്ങൾ കൊണ്ട് ഞാൻ പ്രയാസപ്പെടുന്നുണ്ട് അല്ല. എൻ്റെ ഇന്ന മക്കൾ കാരണം ഞാൻ ദുഃഖത്തിലാണ് അല്ല. നീ എല്ലാം നീ രക്ഷപ്പെടുത്തി തരണേ അല്ല. അല്ലാഹുവേ, നീ എല്ലാം നീ രക്ഷപ്പെടുത്തി തരണേ അല്ല എന്ന് നമ്മൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുക. എൻ്റെ ഭർത്താവ് അല്ലാഹുവേ എന്നെയും എൻ്റെ മക്കളെയും നീ നോക്കുന്നില്ല അല്ല. അല്ലാഹുവേ, നീ എൻ്റെ ഭർത്താവിനെ എന്നെയും എൻ്റെ മക്കളെയും പൂർണ്ണമായ സംരക്ഷണയിൽ നോക്കാനുള്ളൊരു മനസ്സ് കൊടുക്കണേ അല്ല. എല്ലാ ഇബ്ലീസിൻ്റെ കൂട്ടുകെട്ടിൽ നിന്ന് നീ അകറ്റിത്തരണേ അല്ല. നീ എന്നെ കൈവിടല്ല നാഥ, എന്നെ കൈവിടല്ല നാഥ. എൻ്റെ ദുആ എൻ്റെ ഓത്ത് നീ സ്വീകരിക്കണേ അല്ല. കബൂൽ ചെയ്യണേ അല്ല. സാലിഹായ അമലാക്കി സ്വീകരിക്കണേ അല്ല എന്ന് പറഞ്ഞ് നമ്മൾ ദുആ ചെയ്യുക. ആ ദുആയ്ക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഉത്തരം നൽകും. നമ്മളൊരിക്കലും കൈവിടില്ല. ഞാനീ പറഞ്ഞതുപോലെ നിങ്ങൾ ചെയ്തു നോക്കും. നിങ്ങളുടെ ഉദ്ദേശങ്ങളും ആവശ്യങ്ങളും ഒക്കെ തന്നെ നിറവേറ്റിക്കിട്ടും. ഞാനീ പറയുന്ന കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ അല്ലേ. നമ്മൾ സമയം വേണ്ടുന്നത് നമ്മൾ അത്രയും ആവശ്യമുള്ളതാണ്. നമ്മളെല്ലാം പൈസ കൊടുത്ത് നേടാൻ പറ്റും, പക്ഷേ അതെല്ലാം പകുതിക്കായി പോകും. തടസ്സങ്ങൾ വരും. അള്ളാഹുവിൻ്റെ പൊരുത്തത്തോടെയും അനുഗ്രഹത്തോടെയും ചെയ്യുന്നത് മാത്രമേ മുൻകൂട്ടി എല്ലാം നല്ല നിലയിൽ പോകാനുള്ള അനുഗ്രഹം അള്ളാഹു നൽകുകയുള്ളൂ. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങളെല്ലാവരും ചെയ്ത് നിങ്ങളെല്ലാ കാര്യങ്ങളിൽ നിന്നും രക്ഷ കിട്ടാൻ വേണ്ടി നോക്കുക. അതുപോലെ തന്നെയാണ് കടത്തിൽപ്പെട്ടവരും വീടില്ലാതെ വാടകയ്ക്ക് നിൽക്കുന്നവരും ഒക്കെ തന്നെ പലവിധ വിഷമങ്ങൾ കൊണ്ട് അനുഭവിക്കുന്നുണ്ട് അല്ലേ. കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരും ചിലപ്പം ഭർത്താക്കന്മാർ അറിയാതെ ഏതെങ്കിലും ഒരു കുറിയിലൊക്കെ ചേർന്ന് അതൊക്കെ കുറിയെല്ലാം പൊളിയുമ്പോൾ ആകെ പെട്ടുപോയി പരിഭ്രാന്തിയായി പോകുന്ന ഒരു സമയവും കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നല്ലേ. അപ്പം വീടിൻ്റെ പണിയൊക്കെ തുടങ്ങിയവർ പകുതിക്കായി പോയിട്ടുണ്ടെങ്കിലൊക്കെ ഈ ഞാൻ പറഞ്ഞു തരുന്ന പോലെ തന്നെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എല്ലാ കാര്യങ്ങളും കൊണ്ടും നിങ്ങൾക്ക് രക്ഷ കിട്ടും. യാതൊരുവിധ തടസ്സങ്ങളില്ലാതെ തന്നെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാനും അതിന് ഒരു ഊർജ്ജസ്വലതയോടെ നല്ല മനസ്സോടെ നല്ല തൻ്റെടത്തോടെ പവറോടെ നിങ്ങൾക്ക് എല്ലാം നേടിയെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ശക്തി നമുക്ക് വന്നു തരും. അതാണ് റബ്ബിൻ്റെ അനുഗ്രഹമുള്ള ശക്തി കേട്ടോ. അള്ളാഹുവിൻ്റെ മഹത്തായ കാരുണ്യം ഇതും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എല്ലാം തന്നെ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ അല്ലേ. മക്കൾ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു സങ്കടങ്ങളുണ്ടെങ്കിൽ നമുക്ക് താങ്ങാൻ കഴിയില്ല. ഭർത്താവിൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും പരാജയപ്പെട്ടു പോയി നമുക്ക് സഹിക്കാൻ പറ്റില്ല. ഇതിൽ നിന്നൊക്കെ തന്നെ നമ്മൾ കരകയറി രക്ഷപ്പെടണമെങ്കിൽ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് ഒരു ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പറയുന്ന പോലത്തെ ഒരു വിജയം നമുക്ക് അല്ലാഹു അനുഗ്രഹിച്ച് നൽകും. ആ വിജയത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആ ജീവിതം വെറുതെ ആയി പോകരുത്. ഒന്നും ഇഹലോകത്തും പരലോകത്തും ഒന്നിനും കൊള്ളാത്തതായി പോകരുത്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത്. എല്ലാവരും ഇതുപോലെ ചെയ്യുമെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഒരു മുടക്കം കൂടാതെ എല്ലാം നേടിയെടുക്കും. അത്രയും വലിയൊരു കാര്യമാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കേട്ടോ. മറക്കാതെ ഇതെല്ലാം നിങ്ങൾ അക്ഷരം പ്രതി നിങ്ങൾ ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ കാണുമ്പോൾ എല്ലാവരും തന്നെ നിങ്ങൾക്ക് വിലയേറിയ നിങ്ങളുടെ കമൻറ്റുകൾ എഴുതി അറിയിക്കുക. ഞാൻ അടുത്ത വീഡിയോ വരുന്നവരേക്കും അസ്സലാമു.